മലയാള സിനിമയില് ദിലീപിനുണ്ടായിരുന്ന ഒരു സ്പേസ് അല്ലേ? അതായത് ദിലീപിന്റെ പടങ്ങളായിട്ടുള്ള ഈ നമ്മുടെ സി.ഐ.ഡി മൂസ, അതേപോലെ തന്നെ മീശ മാധവൻ, ഇങ്ങനെയൊക്കെയുള്ള സിനിമകള്. അപ്പോ അത് ഈ മെയിൻ സ്ട്രീം ആയിട്ടുള്ള സിനിമകൾ അല്ലെങ്കിൽ ഇപ്പോൾ മെയിൻ സ്ട്രീം ആയിട്ടുള്ള ആക്ടേഴ്സ്, ഇപ്പൊ മമ്മൂക്ക, ലാലേട്ടൻ, അതേപോലെ തന്നെ സുരേഷ് ഗോപി, ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളും കഥാപരിസരവുമായിരുന്നു അതിന് എന്നുള്ളതാണ്. അപ്പോ പെറ്റ് ഡിറ്റക്റ്റീവ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം, ഷറഫുദ്ദീൻ ആക്ച്വലി ശ്രമിക്കുന്നത് ഈ ഒരു സ്പേസ്, അതായത് ആ ഒരു വാക്വം ഫില്ല് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോയി. കാരണം ഈ പടത്തിന്റെ ഒരു മൊത്തത്തിലുള്ള ഒരു സ്റ്റോറി ടെല്ലിംഗ് രീതിയാണെന്നുണ്ടെങ്കിലും ഇത് എടുത്തു വെച്ചേക്കുന്ന രീതിയാണെന്നുണ്ടെങ്കിലും ഒക്കെ നമുക്ക് ഈ പറയപ്പെട്ട സിനിമകളുമായിട്ട്, അതായത് പറക്കും തളിക അല്ലെങ്കിൽ നമ്മുടെ സി.ഐ.ഡി മൂസ പോലെയുള്ള സിനിമകളൊക്കെ ആയിട്ട് വളരെ ക്ലോസ് ആയിട്ടുള്ള റിസംബ്ലൻസസ് തോന്നുന്നുള്ളതാണ്. ഇപ്പൊ നമ്മള് ദിലീപിന്റെ സിനിമകൾ കാണുന്ന സമയത്ത് നമ്മളെ ചിരിപ്പിച്ചിരുന്ന കുറേ ഭാഗങ്ങളുണ്ട്. അതായത് പുള്ളി പെട്ടെന്ന് തെന്നി വീഴുന്നത്, ചാണകക്കുഴിയിൽ വീഴുന്നത്, ഇങ്ങനെയൊക്കെയുള്ള കുറേ സംഗതികളുണ്ട് അല്ലെ. അപ്പോൾ അങ്ങനത്തെ ആ സിറ്റുവേഷനിൽ നടക്കുന്ന അത്തരം കോമഡികൾ നമ്മളെ ഒരുപാട് ചിരിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ദിലീപ് സിനിമയിൽ നിന്ന് മാറി നിന്നതിന് ശേഷം അവിടെ ഒരു സ്പേസ് ഉണ്ട്, ഒരു വാക്വം ഉണ്ട്. അപ്പൊ അങ്ങനത്തെ പടങ്ങൾ അധികം വരുന്നില്ല. കോമഡി സിനിമകൾ വരുന്നുണ്ട്, പക്ഷെ ദിലീപ് അന്ന് ചെയ്തിരുന്ന രീതിയിലുള്ള കോമഡികളോ അല്ലെങ്കിൽ ആ രീതിയിൽ നമ്മൾക്ക് ആസ്വാദ്യകരമാവുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങളോ ഒന്നും അല്ല പുതിയത് എന്നുള്ളതാണ്. പുതിയ കാലത്തിന്റെ കോമഡികളും തമാശകളുമാണെന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു സ്പേസിനെ അഡ്രസ്സ് ചെയ്യുന്ന പോലെ തോന്നി എനിക്ക് ഈ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമ കണ്ടപ്പോൾ. ഇതിനകത്ത് ജോലിയും കൂലിയൊന്നും ഇല്ലാതെ നടക്കുന്ന പുള്ളി ഒരു ഡിറ്റക്റ്റീവ് സ്ഥാപനവും അതേപോലെ തന്നെ പല കേസുകൾ അന്വേഷിക്കുകയും പിന്നീട് അവസാനം ഒരു ഈ പറയുന്ന കളഞ്ഞു പോകുന്ന മൃഗങ്ങൾ, അതായത് പെറ്റ് പട്ടികളൊക്കെ കളഞ്ഞു പോകുന്ന സമയത്ത് അത് അന്വേഷിച്ച് കണ്ടെത്തി കൊടുക്കുകയും ചെയ്യുന്ന ഒരു ഡിറ്റക്റ്റീവ്. അപ്പോൾ ആ ഡിറ്റക്റ്റീവ് ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരു വലിയ ഒരു ഇതിൽ പോയി പെടുന്നതും, എന്നാൽ നമ്മൾ ഇതിനു മുന്നേ കണ്ടിട്ടുള്ള ചില സിനിമകളെ പോലെ അത് പിന്നീട് അങ്ങ് സീരിയസ് ആയിട്ട് പോയിട്ട് പിന്നെ ഒരു സീരിയസ് ആയിട്ടുള്ള പടമായിട്ട് അവസാനിക്കുന്ന രീതിയിലല്ല ഇത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ദിലീപ് സിനിമകൾ എന്ന് പറയുന്നത്. അതങ്ങനെ തുടങ്ങി ആ ഒരു രീതിയിൽ തന്നെ പോയി അവസാനിക്കുന്നത്. ഇപ്പോൾ സി.ഐ.ഡി മൂസ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, അതിനകത്ത് സീരിയസ് ആയിട്ടുള്ള കാര്യം സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ സീരിയസ്നെസ് അതിനകത്ത് ഉണ്ട്. പക്ഷെ ആ ദിലീപ് എന്ന് പറയുന്ന ക്യാരക്ടർ ത്രൂ ഔട്ട് അത് പുള്ള് ചെയ്തേക്കുന്നത് ഒരു മണ്ടനായ എന്ന കുറച്ച് ബുദ്ധിയൊക്കെ ഉള്ള സീരിയസ് ആയിട്ടുള്ള ഒരാള്, കൂടെ നിൽക്കുന്നതും കുറെ മണ്ടന്മാര്. അതിനകത്ത് കൊച്ചിൻ ഹനീഫയും അതേപോലെ തന്നെ ഒടിയുലാഞ്ചേട്ടനൊക്കെയാണ് അതിന്റെ കൂടെ ഉണ്ടായത്, ആ പടത്തില് സപ്പോർട്ടിങ് ആയിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് പടമായിട്ടാണ് എനിക്ക് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമ തോന്നിയത് എന്നുള്ളതാണ്. ഈ പടം കാണുന്ന സമയത്ത് നമ്മൾ അങ്ങനെ ബോറടിച്ചിരിക്കുകയും അങ്ങനെ ക്രിഞ്ചായിട്ട് നമുക്ക് തോന്നുക അങ്ങനെയൊന്നുമില്ല. നമുക്ക് ഒരുപാട് ചിരിക്കാനുള്ള വക ഈ പടത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പഴയ സിനിമകളൊക്കെ കൂടുതൽ കണ്ടിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്ക് കുറച്ചൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് കോമഡീസും ഈ ഒരു പടത്തിനകത്ത് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയൊക്കെ പോകുന്ന ഒരു സിനിമയാണിത്. വിജയരാഘവൻ ഉണ്ട്, ആസ് യൂഷ്വൽ അത്യാവശ്യം നല്ല പെർഫോമൻസ് തന്നെ ആയിരുന്നു കേട്ടോ വിജയരാഘവന്റെ. പിന്നെ ഒരുപാട് ഈ പറയുന്ന ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമിലൊക്കെയുള്ള റീലിലുള്ള കുറെ ആൾക്കാരുണ്ടല്ലോ, നമ്മൾ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ, ഇവർക്ക് ഒരുപാട് അവസരം ഈ ഒരു പടത്തിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കേരളത്തിന്റെ ട്രിവാൻഡ്രം മുതൽ കാസർഗോഡ് വരെയുള്ള റീൽ ചെയ്യുന്ന ആൾക്കാർ ഇതിനകത്തുണ്ട്. ആൾക്കാർ എന്ന് പറഞ്ഞാൽ അത്രയും ആൾക്കാരുടെ എണ്ണം ഉണ്ട് എന്നുള്ളതല്ല, അങ്ങനെ പല റീജിയണിന്ന് ഈ പറയുന്ന രീതിയിൽ റീൽ ചെയ്ത് ഫേമസ് ആയിട്ടുള്ള ആൾക്കാർ ഈ ഒരു സിനിമക്കകത്തുണ്ട് എന്നുള്ളത് അതൊരു നല്ല കാര്യം തന്നെയാണ് കേട്ടോ. അതായത് അവരൊക്കെ കലാകാരന്മാരാണ്, അവര് അഭിനയം കൊണ്ടും അവര് ക്രിയേറ്റ് ചെയ്യുന്ന സ്റ്റോറി കൊണ്ടൊക്കെ തന്നെയാണ് അവര് ഫേമസ് ആയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ അവർക്കും ഈ പറയുന്ന വെള്ളിത്തിരയിൽ അല്ലെങ്കിൽ സിനിമയിൽ ഒരു ചാൻസ് കിട്ടുക, അവരുടെ കഴിവുകൾ എന്താ പറയാ കാണിക്കാനുള്ള ഒരു സ്പേസ് സിനിമക്കകത്ത് കൊടുക്കുക എന്ന് പറയുന്നത് അതൊരു നല്ല കാര്യമായിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയത് എന്നുള്ളതാണ്. അൾട്ടിമേറ്റ്ലി ആൾക്കാരുടെ ഒക്കെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് അറ്റ് ദ എൻഡ് എന്ന് പറയുന്നത് സിനിമ തന്നെയാണ്. അപ്പൊ അത് അച്ചീവ് ചെയ്യാൻ പറ്റി അല്ലെങ്കിൽ അതിലേക്കുള്ള ഒരു ഓപ്പണിംഗ് കൊടുത്തു എന്ന് പറയുന്നത് അത് തീർച്ചയായിട്ടും ഷറഫുദ്ദീനും പിന്നെ അതേപോലെ തന്നെ ഗോകുലം ഗോപാലൻ, ഇവര് രണ്ടുപേരെ നമ്മൾ നമിക്കണം ആ ഒരു അങ്ങനെ ഒരു സ്പേസ് കൊടുത്തതിന്. മാത്രമല്ല ഇതിനകത്ത് ജോമോൻ ജ്യോതിർ ഉണ്ട്. ജോമോൻ ജ്യോതിർ നമുക്കറിയാം റീലുകളിലൂടെ കടന്നു വന്നിട്ടുള്ള ഒരാളാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ അങ്ങനെയൊക്കെ പോകുന്ന രസകരമായിട്ടുള്ളൊരു സിനിമ തന്നെയാണ്. ഇതിനകത്ത് ഷറഫുദ്ദീന്റെ പെർഫോമൻസ് എന്ന് പറയുന്നത് ക്ലോസ് ടു റിസംബ്ലൻസ്, വീണ്ടും പറയുന്നത് ഈ ദിലീപുമായിട്ടുള്ള തന്നെയാണ്. പഞ്ചാബി ഹൗസിലേക്കുള്ള ദിലീപിന്റെ ക്യാരക്ടർ ഉണ്ടല്ലോ, അതുമായിട്ട് കുറച്ചൊരു ക്ലോസ് റിസംബ്ലൻസ് തോന്നുന്ന രീതിയിൽ തന്നെയാണ് പുള്ളി ചെയ്തേക്കുന്നത് എന്നുള്ളതാണ്. പിന്നെ ഏറെക്കുറെ നമ്മൾ ഹലോ മമ്മിയിലൊക്കെ കണ്ടിട്ടുള്ള രീതിയിലുള്ള പെർഫോമൻസും ആക്ഷൻസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു സിനിമക്കകത്തും പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ ഈ സിനിമക്കകത്തും വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. പിന്നെ അനുപമ പരമേശ്വരൻ, അനുപമ ആസ് യൂഷ്വൽ ഒരു നായിക, ഒരു കുറച്ച് ക്യൂട്ട്നെസ് ഒക്കെ ഉള്ള ഒരു കലിപ്പിയായിട്ടുള്ള, പിന്നെ അതേപോലെ തന്നെ ഈ ന്യൂജൻ കൈൻഡ് ഓഫ് ബ്രേക്കപ്പ് ആൻഡ് പിന്നെ കൂടിച്ചേരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് സ്റ്റോറി, അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് നായികയായിട്ട് തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അങ്ങനെ കൂടുതലായിട്ട് എന്തെങ്കിലും പെർഫോം ചെയ്യാനോ അല്ലെങ്കിൽ ഒരു കഥേനെ പുള്ളി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു ക്യാരക്ടറോ ഒരു റോളോ അല്ല.
നായകൻ തന്നെയാണ് ഇതിനകത്ത് മെയിൻ. നായകന് സപ്പോർട്ടായിട്ട് നായകന്റെ കൂടെ ഒരു നായിക എന്നുള്ള ലെവലിൽ തന്നെയാണ് വരുന്നത്. പക്ഷെ കഥ പറഞ്ഞു പോകുന്ന കഥയുടെ പല പരിസരങ്ങളിലും നായികയും കയറി വരുന്നുണ്ട്, നായികയും അതിന്റെ പാർട്ടാവുന്നുണ്ടോ എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഒരു വലിയൊരു ഒരു പുൾ ഓഫ് ചെയ്യുന്ന രീതിയിലേക്കുള്ള റോളൊന്നും നായികക്കില്ല. പക്ഷെ എന്നിരുന്നാലും നല്ല രീതിയിൽ തന്നെ പുള്ളിക്കാരി ചെയ്ത് വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. പിന്നെ തോന്നിയിട്ടുള്ള ഒരു കാര്യം, അത്യാവശ്യം ഡാർക്കിൽ ആണ് ഇത് ചെയ്തേക്കുന്നത് എന്നുള്ളത്. ഡാർക്ക് ഇൻ ദ സെൻസ് ഒരു നമ്മൾ ഈ സർക്കാസ്റ്റിക് ആയിട്ട് പറയുന്ന ഡാർക്ക് അല്ല. സിനിമക്കകത്ത് ചില ഷോട്ടുകളും ചില സീനുകളൊക്കെ വരുന്ന സമയത്ത് ഇരുട്ടായിട്ട് തന്നെയാണ് വന്നേക്കുന്നത് എന്നുള്ളതാണ്. ചിലപ്പോൾ ചില സമയത്ത് ക്യാരക്ടേഴ്സിനെ കാണുന്നുണ്ടായിരുന്നില്ല ചില ഏരിയകളിൽ. അത് അങ്ങനെ തന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ പോയ തിയേറ്ററിലെ സ്ക്രീനിന്റെ കുഴപ്പം കൊണ്ടാണോ ബ്രൈറ്റ്നസിന്റെ കുഴപ്പം കൊണ്ടാണോ എന്നറിയില്ല, പക്ഷെ ഞാൻ അങ്ങനെ തോന്നുന്നില്ല. പടത്തിനകത്ത് പടം ഷൂട്ട് ചെയ്ത് വെച്ചേക്കുന്നതും ആ രീതിയിൽ തന്നെ ആയിട്ടാണ് എനിക്ക് തോന്നിയേക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ വരുന്ന നമുക്ക് അങ്ങനെ ക്രിഞ്ചൊന്നും തോന്നാത്ത രീതിയിൽ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ഒരു സിനിമ കണ്ടു, ഒരു രസകരമായിട്ട് നമുക്ക് കണ്ട് തിയേറ്ററിൽ നിന്ന് ഇറങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സിനിമ തന്നെയാണ് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറയുന്നത്. ക്രിഞ്ച് ക്ലീഷേ ടൈപ്പ് ഓഫ് സാധനങ്ങളൊന്നും ഓവർലോഡഡ് ആയിട്ടൊന്നും ഈ പടത്തിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ ഡീസന്റ് ആയിട്ടുള്ള ഒരു പടമായിട്ട് തന്നെയാണ് എനിക്ക് പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമയെ തോന്നിയത്.